വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിവാദമായ ഇന്നത്തെ പ്രസ്താവന റാഹീസ് റഷീദ് എന്ന റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടർ വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ച ചോദ്യം അന്ന് വെള്ളാപ്പള്ളി നടേശനെ പ്രകോപിതനാക്കിയിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു വിട്ടതാണ് റാഹീസ് റഷീദിനെ എന്നാണ് പറയുന്നത്. ഈരാറ്റുപേട്ടക്കാരനായ തീവ്രവാദി എന്ന പേരുകൂടി ഇന്നിപ്പോൾ റാഹീസ് റഷീദിനെ ചാർത്തിക്കൊടുക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. റാഹീസ് റഷീദ് തന്നെ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. റാഹീസ് റഷീദ്, വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദി എന്ന് പറഞ്ഞാൽ കേരളം അഭിമാനിക്കണം നമ്മൾ, കാരണം അതിലൊരു മതേതരത്വമുണ്ടെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ മതേതരവാദി എന്ന് പറഞ്ഞാൽ അതിലൽപ്പം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമുണ്ട്. ആ അർത്ഥത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ വരുന്നത്. അതുകൊണ്ട് ഈ പ്രസ്താവനയിൽ നിന്നും ഒരു തെല്ലും നമ്മൾ പിന്നോട്ട് മാറുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ വിചാരിക്കേണ്ട. ഇതേ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. റാഹീസ് റഷീദിന്റെ ചോദ്യം ഏറ്റവും കൃത്യമായ ചോദ്യമായിരുന്നു, ശരിയായ സമയത്തുള്ള ചോദ്യമായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ചോദിച്ചത്. മാന്യത വിട്ടോ സഭ്യത വിട്ടോ നമ്മൾ ഒരു ചോദ്യവും വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചിട്ടുമില്ല. കേരളം ഇന്ന് കേൾക്കുന്നു, താങ്കളെ ഇന്ന് വിളിച്ചിരിക്കുന്നത് തീവ്രവാദിയാണ് എന്നാണ്. മിസ്റ്റർ റാഹീസ് റഷീദ്, താങ്കൾ ഒരു തീവ്രവാദിയാണോ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഷയിൽ? അരുൺകുമാർ, വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം 2.5 മാസമായി കേരളത്തെ ഒരു വിഭാഗത്തെ, ഒരു സമുദായത്തെ, ഒരു പ്രദേശത്തെ വർഗീയവാദികളാണ്, വർഗീയ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതായത് അദ്ദേഹം ഇതുവരെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നിരുന്ന ഒരു നരേറ്റീവിനെ ഏതാണ്ട് 30-40 സെക്കൻഡ് വരുന്ന 3 ചോദ്യത്തിൽ നമുക്ക് പൊളിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ ഈ തരത്തിൽ നമ്മളെ, അല്ലെങ്കിൽ എന്നെ വർഗീയവാദിയായും നാട് പറഞ്ഞും പേര് പറഞ്ഞും വിമർശിക്കാൻ ഒരു കാരണമായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്, എൻ്റെ വീട് ഈരാറ്റുപേട്ട തന്നെയാണ്, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഈരാറ്റുപേട്ട നഗരസഭയിലെ 14-ാം വാർഡിൽ താമസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ MSFകാരൻ സംഘടനയായ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നു പേരുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ്. അതിൻ്റെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തും പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ കുറേ ആളുകൾ ഭാഗമാകാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു മുസ്ലിം ലീഗ് പിൻബലമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ മുസ്ലിം ലീഗ് ഐഡിയോളജിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ്. MSFകാരനായിരുന്നു. അരുവിത്തറ സെൻറ് ജോർജ് കോളേജിൽ BCom പഠിക്കുന്ന സമയത്തൊക്കെ കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. അങ്ങനെ MSFൻ്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചു വന്നയാളാണ്. അത് പറയുന്നതിൽ, അത് വെള്ളാപ്പള്ളി നടേശൻ പുറത്ത് പറഞ്ഞിട്ട് അറിയേണ്ട കാര്യം എന്നെ അറിയാവുന്ന ആളുകൾക്കില്ല. കാരണം എൻ്റെ ഓരോ സാമൂഹ്യ മാധ്യമ ഇടപെടൽ നോക്കിയാൽ കാണാം, അവിടെ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മറച്ചു വെച്ച് നിലപാടെടുക്കുന്ന ഒരാളല്ല. എന്നെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ തീവ്രവാദി എന്ന ചാപ്പ അദ്ദേഹം കുത്തിയതിനെക്കുറിച്ച് ഞാൻ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു അരുൺകുമാർ. കാരണം എന്നെ അറിയാവുന്ന, നമ്മളെവിടെയെങ്കിലും ഇരുട്ടത്തൊളിച്ച് ജീവിക്കുന്ന മനുഷ്യനൊന്നുമല്ലോ, സമൂഹത്തിൽ ജീവിച്ചു വരുന്ന ആളുകൾക്കറിയാവുന്ന, മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ വർഗീയവാദിയാണോ എന്ന കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന് എന്നെ അറിയാവുന്ന ആളുകൾ മറുപടി കൊടുക്കും, അവർ വിലയിരുത്തും എന്ന് മാത്രമേ പറയാൻ. റിപ്പോർട്ടർ ടിവിയിലെ ഒരു സ്റ്റാഫിനോ കേരളത്തിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കോ വെള്ളാപ്പള്ളി നടേശന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കുന്ന സെക്കുലറിസത്തിന്റെയോ വർഗീയതയുടെയോ തീവ്രവാദിയുടെയോ ചാപ്പ ഏറ്റുവാങ്ങേണ്ട ഒരു ആവശ്യവും റിപ്പോർട്ടർ ടിവിക്കില്ല. കേരളത്തിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കേരളത്തിലൊരു മുസ്ലിം നാമധാരിക്കുമില്ല എന്നുള്ളതാണ്. അതൊക്കെ വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ നമുക്ക് വിനയത്തോടു കൂടി അദ്ദേഹത്തോട് പറയാനുള്ളൂ. നിലവിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പെരുമാറിയതെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല.